ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ ക്യാമറക്കകത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ഫീച്ചർ കണ്ടിട്ടുണ്ടോ? ഇതാ ഇവിടെ ഒരു ക്യാമറയുടെ പോലെ തന്നെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് സംഭവ ബഹുലമായൊരു ഫീച്ചറാണ്. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബോർഡിൽ നമ്പർ കാണാറില്ലേ, ഫോൺ നമ്പർ. നമ്മളത് സാധാരണ ടൈപ്പ് ചെയ്യാറല്ല പതിവ്. ഇനി മുതൽ ടൈപ്പ് ചെയ്യേണ്ട, നമുക്ക് ഈ ഒരു ഫീച്ചർ കൊണ്ട് അത് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതര ഭാഷയിലുള്ള ഏതെങ്കിലും ബോർഡുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും നമുക്ക് അറിയാത്ത ഭാഷയിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ക്യാമറ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാനും നമ്മളെ ഈ ഒരു ഓപ്ഷൻ സഹായിക്കുന്നതാണ്. അതുമാത്രമല്ല, നമുക്ക് ഫോൺ ക്യാമറയിലൂടെ പകർത്താൻ പറ്റുന്ന ഏതൊരു വസ്തുവിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഗൂഗിളിലൂടെ സെർച്ച് ചെയ്യാനും നമുക്ക് ഈ ഒരു ഓപ്ഷൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ശ്രദ്ധിക്കാതെ പോയ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലെ ഈ ഒരു ഓപ്ഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ വിശദമായ വിവരങ്ങൾ വീഡിയോയിൽ കാണാം. ഒട്ടുമിക്ക ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ആപ്ലിക്കേഷനകത്ത് ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ആപ്ലിക്കേഷനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് ഈ ഒരു ഓപ്ഷൻ ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ആദ്യം ഫോണിലെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോ മോഡ് ആയിരിക്കണം, വീഡിയോ മോഡിൽ കിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐക്കൺ ഉണ്ടോ എന്ന് നോക്കുക. ഒരു ക്യാമറ പോലെ തന്നെ ആയിരിക്കും ഐക്കൺ. ആ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൻ്റെ ലെൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഓണായി കിട്ടുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു ഹിന്ദി ടെക്സ്റ്റ് ബുക്കാണ്. ഞാൻ ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് കാണിച്ചു തരുന്നത്. അതിനുശേഷം മറ്റുള്ളതൊക്കെ കാണിച്ചു തരാം. ഒരുപാട് ഫീച്ചർ ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എന്താണോ അതിന് മുന്നിൽ ഇതുപോലെ ക്യാമറ പിടിച്ചാൽ മതി. എന്നിട്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്കൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ എനിക്ക് മലയാളം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടേത് അവിടെ മറ്റെന്തെങ്കിലും ഭാഷയായിരിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ലിസ്റ്റിൽ മലയാളം ഉണ്ടാവും. അത് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ബട്ടൺ ഉണ്ടാവും. അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ മലയാളമായിട്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്കും എവിടെ നിന്നും ഏതു ഭാഷയും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എന്തെങ്കിലും വസ്തുവിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് അറിയേണ്ടതെങ്കിൽ അതും നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ പറ്റുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ആ വസ്തു എന്താണ് അത് എന്തായാലും ഇതുപോലെ ക്യാമറയിൽ ഉൾക്കൊള്ളിച്ചാൽ മതി. എനിക്കിപ്പോൾ എൻ്റെ ക്യാമറ സ്റ്റാൻഡിലായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ഓപ്ഷനിൽ കൊടുത്തിട്ട് അവിടെ സെർച്ച് ചെയ്യേണ്ട ബട്ടൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ് പ്രൊഡക്റ്റ്, അതെവിടെ വാങ്ങാൻ കിട്ടും, അതിന് എത്ര രൂപയുണ്ട്, അങ്ങനെയുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് ഗൂഗിളിലൂടെ തിരയാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഇതിനകത്തുണ്ട്. ഇനി എത്ര വലിയ കണക്കിൻ്റെ ഉത്തരവും നമുക്ക് കണ്ടെത്താനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്തുണ്ട്. അതിനായിട്ട് ഇവിടെ ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ ഓപ്ഷൻ ഉണ്ട്. ഞാനൊരു എക്സാമ്പിളിൽ ചെറിയ കണക്ക് വെച്ചതാണ്. ഓക്കെ, നിങ്ങൾക്ക് എത്ര വലിയ കണക്കും അവിടെ ഒരു കോളം ഉണ്ട്, അതിനെ കറക്റ്റ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ആൻസർ, അത് എങ്ങനെയുള്ള കണക്കായാലും അതിൻ്റെ ആൻസർ ഇതുപോലെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതു ഭാഷയിലുള്ള ടെക്സ്റ്റ് ആയാലും നമ്പർ ആയാലും അത് മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും എന്തായാലും കോപ്പി ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ഓപ്ഷനിൽ ഈ സെർച്ചിൻ്റെ ഐക്കണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വാക്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഫോൺ നമ്പർ ആയാലും ബോർഡിലെയൊക്കെ ഫോൺ നമ്പർ നമുക്ക് ഇതുപോലെ കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് എവിടെ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ക്യാമറ ആപ്ലിക്കേഷനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഫോണിലെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ലെൻസ് എന്ന് സെർച്ച് ചെയ്താൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ ഫോണുകൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഫോണിൽ തന്നെ വരുന്നുണ്ട്. പഴയ ഫോണുകളാണെങ്കിലും സാംസങ്ങിലെ ചില ഫോണുകളാണെങ്കിലും ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ ഇതൊരു ആപ്ലിക്കേഷനായിട്ട് തന്നെ ഫോണിലുണ്ടാവും, ലെൻസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറയ്ക്കകത്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ക്യാമറയ്ക്കകത്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. വന്നിട്ടില്ലെങ്കിൽ ഇതൊരു ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയുടെ അകത്ത് വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.